ഇരുഭാഗങ്ങൾ തമ്മിൽ തർക്കം രൂക്ഷമായിരിക്കുന്ന വടക്കുംതല കലാപ കലുഷിതമായി. നിരവധി വാഹനങ്ങളാണ് തകർത്തത്. നിരപരാധികളായ നിരവധി പേർക്കാണ് പരിക്കേറ്റത്. നമസ്കാരത്തിനെത്തിയവരുടെ വാഹനങ്ങളാണ് ഭൂരിഭാഗവും അടിച്ചു തകർത്തത്. ജുമാ നമസ്കാരത്തെ ചൊല്ലി തർക്കം നിൽക്കുന്ന വടക്കുംതലയിൽ പോലീസിന്റെ നിയന്ത്രണത്തിലായിരുന്നു വെള്ളിയാഴ്ചത്തെ സംഭവങ്ങൾ മുഴുവൻ. കല്ലേറിനെ തുടർന്ന് പോലീസ് നടത്തിയത് നരനായാട്ടാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. പ്രതിഷേധക്കാരെ വിരട്ടിയോടിച്ച പോലീസ് പല വീട്ടുകളിലും കയറി അക്രമം നടത്തിയതായി പറയുന്നു. ഇവിടെ നിന്നതായിരുന്നു ഞാൻ ഇങ്ങനെ നിൽക്കുക, പോലീസുകാർ ഇത് ചെയ്യുന്ന എന്നെ വന്ന് തട്ടി ഇവിടെ ഇട്ടു ഒരു പോലീസുകാർ. എന്നിട്ട് ഞാൻ ഇവിടെ നിന്നിട്ട് ചെയ്യുന്നുണ്ടോണ്ട് എന്നെ എന്തെല്ലാം ചീത്ത വിളിച്ചെന്നറിയാം. ഞാൻ പറഞ്ഞപ്പോൾ പറയാം, തള്ളയുടെ പ്രായമുണ്ട് എങ്ങനെ വിളിക്കാതിരിക്കുന്നത്. ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് ഉമ്മയും പെങ്ങന്മാരെയും തിരിച്ചറിയോ? അതും അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ വിളിക്കത്തിരിച്ച് കയറി പോടി മറ്റേ മുളയും പറഞ്ഞ് കല്ലും ലാത്തിയും കൊണ്ട് നിൽക്കുക. ഞാൻ ഇവിടെ നിൽക്കുന്ന പോലീസുകാരനെ ഞാൻ പറഞ്ഞു അടിക്കാൻ പറഞ്ഞു. ഞാൻ എൻ്റെ വീട്ടിനകത്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇവിടെയാണ് ആളെ പിടിച്ച് നിർത്തിയേക്കും. ഞാൻ പറഞ്ഞു എൻ്റെ ഭർത്താവും എൻ്റെ വാപ്പായുമാണ് നിൽക്കുന്നത്, എൻ്റെ മക്കളും, എനിക്ക് 5 മക്കളും ഉണ്ടെന്ന്. എന്നിട്ട് എന്നെ ചീത്ത വിളിച്ചിട്ട് കയറിപ്പോടി മറ്റേ മോളെ മറിച്ചേ മോളെയും പറഞ്ഞുകൊണ്ട് ഒരുപാട് അവർ വിളിച്ച് നമുക്ക് പറയാനൊക്കത്തില്ല. എന്നിട്ട് ഞങ്ങൾ അവിടെ ഇറങ്ങി നിന്നപ്പോൾ അവന്മാർ ചീത്ത ആദ്യം കാണിക്കുന്നു. നമ്മൾ ആദ്യം കാണിക്കുന്നു. ഇവിടുന്ന് ഞാൻ പറഞ്ഞു ഇവിടുന്ന് കയറത്തില്ലെന്ന് പറഞ്ഞു. വണ്ടി അതുപോലെ നിന്ന് തല്ലി തകർത്തുകൊണ്ട് നിന്നത് അവിടെ വീഡിയോ പിടിച്ച് വെച്ചിട്ടുണ്ട്, മൊബൈലിൽ പിടിച്ച് വെച്ചിട്ടുണ്ട് അവർ. പിന്നെ അത് കണ്ടപ്പോഴാണ് അവർ ഒന്നൊഴിഞ്ഞത്. അത് ജനലിൽ കൂടെ മോൻ പിടിക്കുന്നത് കണ്ടപ്പോൾ അവർ ഇത്തിരി അങ്ങോട്ട് മാറി. സ്ത്രീകളടക്കമുള്ള പലരെയും ലാത്തിക്കടിച്ചു. കുട്ടികളുൾപ്പെടെ നിരവധി പേർക്കാണ് പരിക്കേറ്റത്. നിരവധി സൈക്കിളുകളാണ് അക്രമത്തിൽ തകർത്തത്. മൃഗങ്ങളെ വരെ പോലീസ് അടിച്ചതായും നാട്ടുകാർ പറയുന്നു. പ്രശ്നപരിഹാരം സാധ്യമായില്ല എങ്കിൽ പ്രദേശം കലാപഭൂമിയാകുമെന്ന ഭയത്തിലാണ് നിസ്സഹായരായ സമീപ വീട്ടുകാർ. ഞങ്ങളുടെ കൊച്ചുങ്ങളെ വരെ അടിച്ച് പൊട്ടിച്ച് ഓരോന്ന് ആശുപത്രിയിൽ കൊണ്ടുപോയി 40 പിള്ളേരെ 10-30 പിള്ളേരെ ആശുപത്രി കിടക്കുന്നത്. ഞങ്ങളെന്താണോ വേണ്ട, ഇവിടെ എല്ലാം ഉണ്ട്, എല്ലാം അടിച്ചെല്ലാം വിട്ടു. ഒരു വയറ്റാണിപ്പഴിന്റെ മുമ്പ് കിട്ടാൻ സ്വന്തം പാപ്പായ അടിച്ചു കൊണ്ടുപോയത്. അതിന് അവരൊരു കള്ള സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിൽ ഒരു ഹൈക്കോടതിയിൽ സമ്പാദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പല മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയിട്ടെങ്കിലും എല്ലാം പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഇന്ന് പോലീസ് ACPയുടെ നേതൃത്വത്തിൽ ശക്തമായി വന്ന് പള്ളിയിലുള്ള ജനങ്ങളെയും ദർശന മുത്താലിങ്ങളെയും എല്ലാം ആക്രമിക്കുകയും പരിസരത്തുള്ള സ്ത്രീകളെയും വീട്ടുകളിൽ കയറി ആക്രമിക്കുകയും കുട്ടികളെയും വളർത്തുജന്തുക്കളെ വരെ അടിക്കുകയും ചെയ്തു. വടക്കുംതല മുസ്ലിം ജമാഅത്തും തൊട്ടടുത്തുള്ള സലഫി ബിൽഡിങ്ങിൽ നടന്ന നിസ്കാരവും തമ്മിൽ നടന്ന തർക്കം ഇന്ന് വളരെ രൂക്ഷമാവുകയും പള്ളിക്ക് നേരെ പോലീസ് ഡിയർ ഗ്യാസ് പൊട്ടിച്ചെറിയുകയും തൊട്ടടുത്ത ദർസിലെ വിദ്യാർത്ഥികൾ പഠിച്ചിരുന്ന മുസാഹിബുകൾ ഞങ്ങൾ ഹൃദയത്തിനകത്ത് സൂക്ഷിക്കുന്ന പരിശുദ്ധമായ ഖുർആൻ വലിച്ചെറിയുകയും മുത്തലിമീൻ കുഞ്ഞുങ്ങളെ മാരകമായി അടിച്ചു പരിക്കേൽപ്പിക്കുകയും തൊട്ടടുത്ത് വളർത്തുമൃഗങ്ങളെ വരെ ഉപദ്രവിക്കുകയും സ്ത്രീകളെ കുത്തുകയും അവരോട് മോശമായ രീതിയിൽ വാക്കുകൾ പ്രയോഗിക്കുകയും കതവുകൾ ചവിട്ടിത്തുറക്കുകയും ചെയ്ത പോലീസിന്റെ കിരാതമായ ഈ പ്രവണത, ഇതിനെതിരെ ഒരു ജുഡീഷ്യൽ അന്വേഷണം നടത്തണമെന്നും ACP കാണിച്ചിരിക്കുന്ന ഈ മോശമായ പ്രവർത്തിക്കെതിരെ ACP സസ്പെൻഡ് ചെയ്യുകയും കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് ഇതിന് പിന്തുണ കൊടുക്കുന്ന CI സസ്പെൻഡ് ചെയ്യണമെന്നും വടക്കുംതല മുസ്ലിം ജമാഅത്ത് ഐക്യവേദി ആവശ്യപ്പെടുകയാണ്. ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളുടെ ഭർത്താക്കന്മാരും മക്കളും പള്ളിയിൽ പോയിട്ടുണ്ട്. ഞങ്ങൾ അവരെ തിരക്കി ഇറങ്ങിയതാ. അവരെ തിരക്കി ഇറങ്ങി ഞങ്ങളുടെ വീടുകളിൽ തന്നെ നിന്നതാ. പോലീസുകാർ ഒരുപാട് പ്രാവശ്യം ഞങ്ങൾ വന്ന് ആക്രമിച്ച് എന്നെ അടിച്ച് 2 പ്രാവശ്യം ഒരുത്തൻ എന്നെ അടിച്ച്. എന്നിട്ട് എന്റെ വീട്ടിലിരുന്ന് എനിക്ക് ഉമ്മുമ്മ പള്ളിയിലെ കുത്തുബ കേൾക്കാൻ വേണ്ടി ഇറങ്ങിയിരുന്നതാ. ആ ഉമ്മുമായ കല്ല് പറക്കി ഇറങ്ങി. 95-100 വയസ്സുള്ള എന്റെ ഉമ്മുമായ കല്ല് പറക്കി ഇറങ്ങി. അത് കഴിഞ്ഞിട്ട് എന്റെ വീട്ടിലെ സൈക്കിൾ വണ്ടി അടിച്ചു പൊട്ടിച്ച് 13-14 വയസ്സുള്ള പെൺപിള്ളേർ ഇവിടെ നിനക്ക് അവന്മാരെ ഓടിച്ച്